ഡീപ് വർക്ക് ബൈ കാൾ ന്യൂപോർട്ട്. സമ്മറി ആൻഡ് കീ ലെസൺസ് ഇൻ മലയാളം. ഇന്നത്തെ മനുഷ്യജീവിതം ഒരു നിമിഷം പോലും നിശബ്ദമല്ല. മൊബൈൽ ഫോൺ കയ്യിലെത്തിയതോടെ നമ്മുടെ ശ്രദ്ധയും മനസ്സും എപ്പോഴും പല ഭാഗങ്ങളിലായി ചിതറിയിരിക്കുകയാണ്. നോട്ടിഫിക്കേഷനുകൾ, സോഷ്യൽ മീഡിയ, ഇമെയിലുകൾ, മെസ്സേജുകൾ ഇവയെല്ലാം ചേർന്ന് നമ്മുടെ ചിന്തകളെ തുടർച്ചയായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു ലോകത്തിലാണ് കാൾ ന്യൂപോർട്ട് തൻ്റെ ഡീപ് വർക്ക് എന്ന പുസ്തകത്തിൽ ഒരു ശക്തമായ ചോദ്യം ഉയർത്തുന്നത്. ഈ കാലഘട്ടത്തിൽ ആഴത്തിൽ ചിന്തിച്ച് ജോലി ചെയ്യാനുള്ള കഴിവിന് എന്തു വിലയുണ്ട്? സാങ്കേതിക വിദ്യ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സ്കില്ലുകൾ തുടർച്ചയായി പഠിക്കേണ്ട അവസ്ഥയിലാണ് മനുഷ്യർ. ഉന്നത നിലവാരമുള്ള ഫലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവർക്കാണ് സമൂഹത്തിൽ കൂടുതൽ വില. ഈ സാഹചര്യങ്ങളിൽ ഡീപ് വർക്ക് ചെയ്യുന്നവർക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുന്നു. കാരണം അവർ വേഗത്തിൽ പഠിക്കുന്നു, ആഴത്തിൽ ചിന്തിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ സംഭാവനകൾ നൽകുന്നു. ഈ പുസ്തകത്തിൻ്റെ വായനാനുഭവം നമ്മളെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ്. നമ്മൾ ദിവസവും ചെയ്യുന്ന ജോലി യഥാർത്ഥത്തിൽ എത്രമാത്രം ആഴമുള്ളതാണ് എന്ന ചിന്ത സ്വാഭാവികമായും ഉയരും. പലരും തിരക്കിലാണ്, പക്ഷേ തിരക്കെന്നാൽ പ്രൊഡക്ടിവിറ്റി അല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും. ഷാലോ വർക്ക് എന്ന കുറഞ്ഞ മൂല്യമുള്ള ജോലികളിൽ മുഴുകി നാം ഡീപ് വർക്ക് ചെയ്യാനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെടുത്തുകയാണോ എന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിക്കും. ഒരു വിദ്യാർത്ഥി പുസ്തകം തുറന്നു വെച്ച് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇടയ്ക്കിടെ മൊബൈൽ നോക്കുന്നു എന്ന് കരുതുക. ഓരോ 5 മിനിറ്റിലും ഒരു നോട്ടിഫിക്കേഷൻ, ഒരു മെസ്സേജ്, ഒരു വീഡിയോ, ഇത്തരത്തിൽ മണിക്കൂറുകൾ കടന്നു പോകുന്നു. പക്ഷേ പഠിച്ചതൊന്നും മനസ്സിൽ ഉറയ്ക്കുന്നില്ല. അതേസമയം മറ്റൊരു വിദ്യാർത്ഥി ഫോൺ മാറ്റിവെച്ച് 1 മണിക്കൂർ മുഴുവൻ ഒരേ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു പ്രോഗ്രാമർ ഒരു സോഫ്റ്റ്വെയർ പ്രശ്നം പരിഹരിക്കാൻ ഫോക്കസ്ഡായി കോഡ് എഴുതുമ്പോൾ വളരെ മികച്ച പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും. അതുപോലെ ഒരു എഴുത്തുകാരൻ ശാന്തമായ അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ എഴുതുമ്പോൾ അവൻ്റെ എഴുത്തിന് ആഴവും ഗുണനിലവാരവും ലഭിക്കുന്നു. ഒരു പുതിയ ഭാഷയോ സ്കില്ലോ പഠിക്കുമ്പോൾ ദിവസവും കുറച്ച് സമയം ഡീപ് വർക്ക് ആയി മാറ്റിവെക്കുന്നവർ അതിൽ വേഗത്തിൽ പ്രാവീണ്യം നേടുന്നു. ഡീപ് വർക്ക് ഉയർന്ന നിലവാരമുള്ള ഫലങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണിത്. ഡീപ് വർക്കിനെ ഒരു കഴിവായി മാത്രമല്ല, ഒരു മൂലധനമായി, വാല്യുബിൾ അസറ്റായി കാണണം. ഭാവിയിൽ യന്ത്രങ്ങളും കൃത്രിമ ബുദ്ധിയും കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ലോകത്ത് മനുഷ്യന്റെ ആഴത്തിലുള്ള ചിന്താശേഷിയാണ് ഏറ്റവും വിലപ്പെട്ടത്. ആ കഴിവിനെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നവർക്ക് മാത്രമേ നിലനിൽപ്പും വിജയവും ഉണ്ടാകൂ. ഡീപ് വർക്ക് ഈസ് റെയർ. ഇന്ന് ഡീപ് വർക്ക് ചെയ്യുന്നവർ വളരെ കുറവാണ്. ആധുനിക ജോലി സംസ്കാരം പരിശോധിച്ചാൽ ഈ വാദം എളുപ്പം മനസ്സിലാകും. ഓഫീസുകളിലും വീടുകളിലും മാത്രമല്ല, മുഴുവൻ സമയവും നമ്മൾ അവൈലബിൾ ആയിരിക്കണം എന്ന ചിന്ത ശക്തമാണ്. മീറ്റിംഗുകൾ തുടർച്ചയായി ഉണ്ടാകും. ഇമെയിലുകൾക്ക് ഉടൻ മറുപടി നൽകണം. മെസ്സേജുകൾ കണ്ടാൽ മറുപടി പറയണം. നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ നോക്കണം. ഈ അവസ്ഥയിൽ തുടർച്ചയായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു കാര്യത്തിൽ മുഴുകാൻ സമയം കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. ഡീപ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശാന്തതയും ഏകാഗ്രതയും ഇന്നത്തെ വേഗതയേറിയ ജീവിതത്തിൽ ലഭിക്കുന്നില്ല. ഇത്തരം തിരക്ക് യഥാർത്ഥ പ്രൊഡക്ടിവിറ്റിയാണോ എന്ന ചോദ്യമാണ് നാം സ്വയം ചോദിക്കേണ്ടത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നിക്കാൻ നമ്മൾ പല ചെറിയ പ്രവർത്തനങ്ങളിലും മുഴുകുന്നു. ഇമെയിൽ പരിശോധിക്കൽ, മീറ്റിംഗുകളിൽ പങ്കെടുക്കൽ, സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കൽ. എന്നാൽ ഇവയൊന്നും ആഴത്തിലുള്ള ചിന്തയോ സൃഷ്ടിപരമായ മൂല്യമോ ആവശ്യപ്പെടുന്നില്ല. ഇത്തരം ഷാലോ വർക്ക് കൂടുതലാകുമ്പോൾ ഡീപ് വർക്ക് പതിയെ ഇല്ലാതാവുന്നു. രാവിലെ ഓഫീസിൽ എത്തുന്നതോടെ ഇമെയിലുകൾ, മീറ്റിംഗുകൾ, ചാറ്റ് മെസ്സേജുകൾ, ഫോൺ കോളുകൾ, ഇങ്ങനെ ദിവസം മുഴുവൻ ബിസി ആയിരുന്നാലും ആ ദിവസം അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മൂല്യമുള്ള ഒരു ജോലി പോലും പൂർത്തിയാകാത്ത അവസ്ഥ. ഒരു വ്യക്തി 5 മിനിറ്റ് മാത്രം സോഷ്യൽ മീഡിയ നോക്കാനായി ഫോൺ എടുക്കുന്നു. പക്ഷേ അറിയാതെ 30 മിനിറ്റ് കടന്നു പോകുന്നു. ഇത് ദിവസത്തിൽ പലവട്ടം ആവർത്തിക്കുമ്പോൾ ഡീപ് വർക്ക് ചെയ്യാനുള്ള സമയം തന്നെ ഇല്ലാതാകുന്നു. ശബ്ദമുള്ള ക്ലാസ് മുറിയിലോ ഓപ്പൺ ഓഫീസ് സംവിധാനത്തിലോ ഒരു കാര്യത്തിൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഡീപ്പ് വർക്ക് ചെയ്യാൻ അനുയോജ്യമായ അന്തരീക്ഷം ഇന്ന് വളരെ കുറവാണെന്ന് ഈ ഉദാഹരണം കാണിക്കുന്നു. നമുക്ക് സ്വയം ചോദിക്കാം, ഒരു ദിവസം ഞാൻ യഥാർത്ഥത്തിൽ ഒരു തടസ്സങ്ങളുമില്ലാതെ എത്ര സമയം ജോലി ചെയ്യുന്നു? പലർക്കും അതിന് വ്യക്തമായ ഉത്തരമില്ല.
കാരണം നമ്മുടെ ജോലി തന്നെ സ്ഥിരമായി ചിതറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. പുതിയ ടെക്നോളജികൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായി വന്നതാണെങ്കിലും അവ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ നശിപ്പിക്കുന്ന ഉപകരണങ്ങളായി മാറിയിരിക്കുന്നു. ഓപ്പൺ ഓഫീസ് സംസ്കാരം, ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ടൂൾസ്, കോൺസ്റ്റൻറ്റ് കണക്ടിവിറ്റി ഇവയെല്ലാം ചേർന്ന് ഡീപ്പ് വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം ഇല്ലാതാക്കുന്നു. അതിനാൽ ഡീപ്പ് വർക്ക് അപൂർവമാകുന്നു. ഡീപ്പ് വർക്ക് ഇന്നത്തെ സമൂഹത്തിൽ അപൂർവമാണെന്ന മുന്നറിയിപ്പ് വായനക്കാരനെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ഇതിനെ ഒരു അവസരമായി കാണാനാണ്. ഈ അപൂർവത ഡീപ്പ് വർക്കിനെ കൂടുതൽ ശക്തമായ ഒരു ആയുധമാക്കുന്നു. അപൂർവമായ ഒന്നിന് എപ്പോഴും കൂടുതൽ വിലയുണ്ടാകും. ഡീപ്പ് വർക്ക് ചെയ്യാൻ കഴിയുന്നവർ കുറവായതിനാൽ ആ കഴിവ് വികസിപ്പിക്കുന്നവർ സ്വാഭാവികമായി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിൽക്കും. അവർക്ക് കരിയറിലും പഠനത്തിലും വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഡീപ്പ് വർക്ക് വെറും വിജയത്തിനല്ല, അർത്ഥവത്തായ ജീവിതത്തിനാണ് വഴിയൊരുക്കുന്നത്. ഡീപ്പ് വർക്ക് ഈസ് മീനിങ്ഫുൾ. ഡീപ്പ് വർക്ക് വെറും കരിയർ വിജയത്തിനുള്ള ഒരു മാർഗമല്ല, മറിച്ച് അത് മനുഷ്യന് തൻ്റെ കഴിവുകളോട്, ജോലിയോട്, ജീവിതത്തോട് തന്നെ ഉത്തരവാദിത്തം നൽകുന്ന ഒരു അനുഭവമാണ്. ശ്രദ്ധ മുഴുവൻ ഒരേ കാര്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് മനസ്സിൻ്റെ മുഴുവൻ ശേഷിയും ഉപയോഗിച്ച് ചെയ്യുന്ന ജോലി മനുഷ്യനെ ഉള്ളിൽ നിന്ന് തൃപ്തിപ്പെടുത്തുന്നു. ഒരു ശില്പി ശിലയിൽ രൂപം കൊത്തുമ്പോൾ ചുറ്റുപാടുകളെയെല്ലാം മറന്ന് തൻ്റെ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ സമയത്ത് അവൻ ക്ഷീണിതനല്ല, മറിച്ച് അവൻ ആഴത്തിലുള്ള ഒരു സംതൃപ്തി അനുഭവിക്കുന്നു. ജോലി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പണത്തിനപ്പുറമാണ്. ഡീപ്പ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇതേ അനുഭവം ലഭിക്കും, ജോലി ബുദ്ധിപരമായാലും സൃഷ്ടിപരമായാലും. നമ്മൾ ഇക്കിഗായ് എന്ന പുസ്തകത്തിൽ പരിചയപ്പെട്ട ഫ്ലോ എന്ന ആശയം വളരെ പ്രധാനമാണ്. ഒരു വ്യക്തി തൻ്റെ കഴിവിനും വെല്ലുവിളിക്കുമിടയിൽ ശരിയായ സന്തുലനം കണ്ടെത്തുമ്പോൾ സമയം പോലും മറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നു. ഡീപ്പ് വർക്ക് പലപ്പോഴും ഈ ഫ്ലോ അവസ്ഥ സൃഷ്ടിക്കുന്നു. ഒരു വിദ്യാർത്ഥി ഒരു ഗണിത പ്രശ്നം പരിഹരിക്കാൻ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തുടക്കത്തിൽ ബുദ്ധിമുട്ട് തോന്നിയാലും പ്രശ്നം മനസ്സിലാകുന്ന നിമിഷത്തിൽ അവൻ അനുഭവിക്കുന്ന സന്തോഷം അവന് അതീവ സംതൃപ്തി നൽകും. ഇത് ഷാലോ വർക്കിൽ ഒരിക്കലും ലഭിക്കാത്ത അനുഭവമാണ്. മനുഷ്യന് അർത്ഥവത്തായ ജീവിതം വേണമെങ്കിൽ അർത്ഥവത്തായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കണം. ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയ, ഇമെയിൽ, ചെറിയ ജോലികൾ എന്നിവയിൽ മുഴുകുന്ന ഒരാൾക്ക് ദിവസത്തിൻ്റെ അവസാനം ഒരു ശൂന്യത അനുഭവപ്പെടുന്നത് സാധാരണമാണ്. എന്നാൽ ഡീപ്പ് വർക്ക് ചെയ്ത ഒരാൾ ക്ഷീണമുണ്ടായാലും ആന്തരികമായ സംതൃപ്തി അനുഭവിക്കുന്നു. പാഠം ആഴത്തിൽ തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ക്ലാസ് എടുത്ത ഒരു ദിവസം വീട്ടിലെത്തുമ്പോൾ ഒരു അധ്യാപകൻ അനുഭവിക്കുന്ന സന്തോഷം വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്തതാണ്. അത് പണമോ പ്രശംസയോ നൽകുന്ന സന്തോഷമല്ല, മറിച്ച് ഞാൻ ഇന്ന് അർത്ഥമുള്ള ഒരു കാര്യം ചെയ്തു എന്ന ബോധ്യമാണ്. ശ്രദ്ധയോടെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലി മനുഷ്യന് ആത്മവിശ്വാസവും സന്തോഷവും നൽകുന്നു. ഡീപ്പ് വർക്ക് ഒരു ജീവിത ശൈലി തന്നെയാണെന്ന് ഈ പുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വർക്ക് ഡീപ്ലി. ഡീപ്പ് വർക്ക് സ്വാഭാവികമായി ഉണ്ടാകില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും വിശ്രമവും വിനോദവുമാണ് തേടുന്നത്. എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമുക്കിഷ്ടം. അതിനാൽ ഡീപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ നാം അതിനായി ക്രമബദ്ധമായ ശീലങ്ങളും വ്യക്തമായ നിയമങ്ങളും സൃഷ്ടിക്കണം. ശ്രദ്ധയും ഏകാഗ്രതയും യാദൃച്ഛികമായി ലഭിക്കുന്നതല്ല, അവ വളർത്തിയെടുക്കേണ്ട കഴിവുകളാണ്. ഡീപ്പ് വർക്ക് ചെയ്യാൻ വ്യത്യസ്ത സമീപനങ്ങൾ ഈ പുസ്തകം അവതരിപ്പിക്കുന്നു. ഓരോരുത്തർക്കും അവരുടെ ജീവിതശൈലി അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന രീതികളാണിവ. റിഥമിക് ഫിലോസഫി. ഒരേ സമയം ഒരേ സ്ഥലത്ത് ദിവസേന ഡീപ്പ് വർക്ക് ചെയ്യുന്നത്. ഒരു വിദ്യാർത്ഥി എല്ലാ ദിവസവും രാവിലെ 5 മുതൽ 7 വരെ ഫോൺ മാറ്റിവെച്ച് പഠിക്കാനിരിക്കുന്നു എന്ന് കരുതുക. തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടായാലും കുറച്ച് ദിവസങ്ങൾക്കകം അത് ഒരു ശീലമായി മാറുന്നു. പിന്നീട് ആ സമയമെത്തുമ്പോൾ തന്നെ മനസ്സ് പഠനത്തിനായി തയ്യാറാകുന്നു. ഇത് ഡീപ്പ് വർക്ക് ഒരു ദിനചര്യയാക്കി മാറ്റുന്ന ഉദാഹരണമാണ്. മറ്റൊരു രീതിയായ ബൈമോഡൽ ഫിലോസഫിയിൽ ചില ദിവസങ്ങൾ മുഴുവൻ ഡീപ്പ് വർക്കിനായി മാറ്റിവെക്കുന്നു. ഒരു ഗവേഷകൻ ആഴ്ചയിൽ 3 ദിവസം ശാന്തമായ സ്ഥലത്തിരുന്ന് പഠനത്തിനും എഴുത്തിനും മാത്രം സമയം മാറ്റിവെക്കുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഷാലോ വർക്ക് ചെയ്യുന്നു. ഇതിലൂടെ അവന് ചില ദിവസങ്ങളിലെങ്കിലും അൺഇൻറ്ററപ്റ്റഡ് ആയി ആഴത്തിൽ ചിന്തിക്കാനുള്ള അവസരം ലഭിക്കുന്നു. മറ്റൊരു പ്രധാന ആശയം റിച്വൽസ് ആണ്.
ഡീപ്പ് വർക്ക് ചെയ്യുന്നതിനു മുൻപ് ചില ചെറിയ ശീലങ്ങൾ രൂപപ്പെടുത്തണം. ഒരേ സ്ഥലത്ത് ഇരിക്കുക, ഒരു പ്രത്യേക സമയം നിശ്ചയിക്കുക, എത്ര നേരം ജോലി ചെയ്യും എന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. ഇവയെല്ലാം ഡീപ്പ് വർക്കിലേക്ക് മനസ്സ് വേഗത്തിൽ പ്രവേശിക്കാൻ സഹായിക്കുന്നു. ഒരു എഴുത്തുകാരൻ എഴുതാൻ തുടങ്ങുന്നതിനു മുമ്പ് മേശ വൃത്തിയാക്കുകയും ഫോൺ ഓഫ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം വെക്കുകയും ചെയ്യുന്നു. ഈ ചെറിയ ശീലങ്ങൾ അവൻ്റെ മനസ്സിന് ഒരു സൂചന നൽകുന്നു. ഇത് ഡീപ്പ് വർക്കിനുള്ള സമയമാണ്. ഇതോടെ ശ്രദ്ധ ചിതറാനുള്ള സാധ്യത കുറയുന്നു. മനുഷ്യന്റെ ഇച്ഛാശക്തി പരിമിതമാണ്. അതിനാൽ എല്ലായ്പ്പോഴും ശക്തമായ മനസ്സാക്ഷി പ്രതീക്ഷിക്കരുത്. പകരം ശ്രദ്ധ തിരിക്കൽ ഒഴിവാക്കുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കണം. ഫോൺ ദൂരെ വയ്ക്കുക, ഇന്റർനെറ്റ് നിയന്ത്രിക്കുക, വ്യക്തമായ സമയപരിധികൾ നിശ്ചയിക്കുക. ഇവ ഡീപ്പ് വർക്കിനെ എളുപ്പമാക്കുന്നു. അറ്റോമിക് ഹാബിറ്റ്സിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഡീപ്പ് വർക്ക് ഒരു വലിയ തീരുമാനത്തിന്റെ ഫലമല്ല, മറിച്ച് ചെറിയ ശീലങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ്. ദിവസേന കുറച്ച് സമയം ആഴത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്ന ഒരാൾ പതിയെ തൻ്റെ ശ്രദ്ധയും ജീവിതത്തിൻ്റെ ഗുണനിലവാരവും ഉയർത്തുന്നു. വർക്ക് ഡീപ്ലി എന്ന നിയമം ഡീപ്പ് വർക്ക് എന്ന ആശയത്തെ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ശക്തമായ ചുവടാണ്. എംബ്രേസ് ബോർഡം. ഇന്നത്തെ മനുഷ്യൻ ബോറടി സഹിക്കാൻ കഴിയാത്തവനായി മാറിയിരിക്കുന്നു. ക്യൂവിൽ നിൽക്കുമ്പോൾ, ബസ്സിൽ ഇരിക്കുമ്പോൾ, ക്ലാസ് തുടങ്ങാൻ കാത്തിരിക്കുമ്പോൾ ചെറിയൊരു ശൂന്യത വന്നാൽ പോലും നമ്മൾ ഉടൻ മൊബൈൽ എടുക്കുന്നു. ഈ ചെറിയ ശീലങ്ങൾ നിസ്സാരമായി തോന്നിയാലും അവ നമ്മുടെ ശ്രദ്ധയെ ക്രമേണ ദുർബലമാക്കുന്നു. കാരണം മനസ്സ് എല്ലായ്പ്പോഴും ഉത്തേജനം ലഭിക്കാൻ പരിശീലിക്കപ്പെടുകയാണ്. ഡീപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ദീർഘസമയം ഒരേ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. എന്നാൽ ഓരോ നിമിഷവും വിനോദം നൽകുന്ന ശീലങ്ങളുള്ളപ്പോൾ ആ പരിശീലനം ബുദ്ധിമുട്ടുള്ളതാണ്. ബോറടി ഒഴിവാക്കാൻ നാം ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള കഴിവിനെ അകറ്റിക്കൊണ്ടുപോകുന്നു. ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കുമ്പോൾ മിനിറ്റുകൾ ഇടവിട്ട് ഫോൺ പരിശോധിക്കുന്ന ശീലമുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിന് ദീർഘസമയം പഠനത്തിൽ തുടരാൻ സാധിക്കില്ല. തുടർച്ചയായി ശ്രദ്ധ മാറുന്നതിനാൽ ആഴത്തിലുള്ള മനസ്സിലാക്കൽ ഉണ്ടാകുന്നില്ല. മറിച്ച് ഫോൺ മാറ്റിവെച്ച് ആദ്യത്തെ അസ്വസ്ഥത സഹിച്ച് കുറച്ചു സമയം ബോറടി അനുഭവിച്ചാൽ പിന്നീട് മനസ്സ് തന്നെ പഠനത്തിലേക്ക് പതിയെ ലയിക്കുന്നതായി കാണാം. ഇത് ഡീപ്പ് വർക്കിലേക്കുള്ള ആദ്യപടിയാണ്. നാം ജോലി ചെയ്യുമ്പോൾ മാത്രമല്ല, ജോലി ചെയ്യാത്ത സമയത്തും ശ്രദ്ധ ചിതറിപ്പോകുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുക, വ്യായാമം ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുക, ഇതെല്ലാം ഒരേ സമയം നമ്മുടെ ഏകാഗ്രതയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തി നടക്കാൻ പോകുമ്പോൾ സംഗീതമോ വീഡിയോയോ ഇല്ലാതെ സ്വന്തം പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്ത് നടക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സ് ശാന്തതയും ഏകാഗ്രതയും അനുഭവിക്കുന്നു. ഇത് ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ വലിയ സഹായമാണ്. ഡീപ്പ് വർക്ക് ചെയ്യാൻ ആവശ്യമായ ശ്രദ്ധ ഒരു മസിലു പോലെയാണ്. തുടർച്ചയായി ഉപയോഗിച്ചാൽ അത് ശക്തമാകും. എപ്പോഴും എളുപ്പവഴി തിരഞ്ഞെടുത്താൽ അത് ദുർബലമാകും. ബോറടി സഹിക്കുന്ന ഓരോ നിമിഷവും ആ മസിലിനെ ശക്തമാക്കുന്ന പരിശീലനമാണ്. ബോറടി ഒരു ശത്രുവല്ല, മറിച്ച് ഒരു പരിശീലന ഉപാധിയാണ്. ശൂന്യതയിൽ നിന്ന് ഓടിപ്പോകാതെ അതിൽ കുറച്ചു സമയം നിൽക്കാൻ പഠിക്കുന്നവരാണ് ആഴത്തിൽ ചിന്തിക്കാനും അർത്ഥവത്തായി പ്രവർത്തിക്കാനും കഴിയുന്നവർ. എംബ്രേസ് ബോർഡം എന്ന നിയമം ഡീപ്പ് വർക്ക് എന്ന കഴിവിനെ ഉള്ളിൽ നിന്ന് വളർത്തുന്ന ഒരു നിർണായക ഘട്ടമാണ്. ക്വിറ്റ് സോഷ്യൽ മീഡിയ. ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയ ഒരു വിനോദം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ ഡീപ്പ് വർക്ക് എന്ന ആശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ ശ്രദ്ധയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നതായി കാണാം. ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ ചിന്തയുടെ ഒഴുക്ക് മുറിക്കുന്നു. വീണ്ടും ആഴത്തിലേക്ക് മടങ്ങാൻ സമയവും ഊർജവും നഷ്ടമാകുന്നു. ഒരു വിദ്യാർത്ഥി പഠിക്കാനിരിക്കുമ്പോൾ ഒരു മെസ്സേജ് വന്നാൽ മാത്രം നോക്കാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ഒരു മെസ്സേജിന് പിന്നാലെ മറ്റൊന്ന്, പിന്നെ അത് ഒരു വീഡിയോ, പിന്നെ മറ്റൊരു പോസ്റ്റ്. ഇത് സ്വയം അറിയുമ്പോൾ പഠന സമയം മുഴുവൻ നഷ്ടമായിരിക്കും. സോഷ്യൽ മീഡിയ നമ്മുടെ സമയം മാത്രമല്ല, ശ്രദ്ധയുടെ ഗുണനിലവാരവും അപഹരിക്കുന്നു. പകരം ആ വിദ്യാർത്ഥി ദിവസം 2 മണിക്കൂർ ഡീപ്പ് വർക്കിനായി മാറ്റിവെച്ചാൽ, ഫോൺ ഓഫ് ചെയ്ത് ഒരേ വിഷയത്തിൽ അൺഇന്ററപ്റ്റഡ് ആയി പഠിച്ചാൽ ബാക്കി സമയം ഷാലോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലൂടെ പഠനത്തിന്റെ ഗുണനിലവാരവും സമയനിയന്ത്രണവും മെച്ചപ്പെടും. നമ്മുടെ ലോ വാല്യൂ പ്രവൃത്തികളും ഹൈ വാല്യൂ പ്രവൃത്തികളും നമ്മൾ തിരിച്ചറിയണം. സോഷ്യൽ മീഡിയ ചെറിയൊരു സന്തോഷം നൽകുന്നുണ്ടാവാം, പക്ഷേ അത് ദീർഘകാല ലക്ഷ്യങ്ങളിൽ എത്രമാത്രം സഹായിക്കുന്നു എന്നതാണ് ചോദ്യം.
ഒരു പ്രവർത്തനം ഒരു ചെറിയ ഗുണം തരുന്നു എന്ന കാരണത്താൽ വലിയ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് ദോഷം ചെയ്യും. സോഷ്യൽ മീഡിയയെ അന്ധമായി സ്വീകരിക്കരുത്. ഓരോ ആപ്പിനോടും ചോദിക്കണം, ഇത് എൻ്റെ ജീവിത ലക്ഷ്യങ്ങളിൽ യഥാർത്ഥത്തിൽ സഹായിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഡീപ്പ് വർക്കിനുള്ള ആദ്യ വിജയം. ഡ്രെയിൻ ദ ഷാലോസ്. ഷാലോ വർക്ക് എന്ന് പറയുന്നത് ആഴത്തിലുള്ള ചിന്ത ആവശ്യമില്ലാത്ത ജോലികളെയാണ്. ഇമെയിലുകൾ, ചെറിയ മീറ്റിംഗുകൾ, ഡാറ്റ അപ്ഡേറ്റ്, മെസ്സേജുകൾ തുടങ്ങിയവ. ഇവ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ടെങ്കിലും ഇവയ്ക്ക് അമിത പ്രാധാന്യം നൽകുമ്പോൾ ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള സമയം തന്നെ ഇല്ലാതാകുന്നു. ടൈം ബ്ലോക്കിംഗ് എന്ന ആശയം പ്രധാനമാണ്. ഓരോ ദിവസവും സമയം മുൻകൂട്ടി വിഭജിച്ച് ഡീപ്പ് വർക്കിനും ഷാലോ വർക്കിനും വ്യക്തമായ പരിധി നിശ്ചയിക്കണം. ഡീപ്പ് വർക്കിനുള്ള സമയം മാറ്റിവെക്കാതെ പോയാൽ ഷാലോ വർക്ക് സമയം മുഴുവനായി കവർന്നെടുക്കും. നമ്മുടെ ഷാലോ വർക്കിന് ഒരു പരിധി വയ്ക്കുക. എല്ലായ്പ്പോഴും ഓൺലൈനായി അല്ലെങ്കിൽ അവൈലബിളായി ഇരിക്കണമെന്ന ആവശ്യം നിഷേധിക്കാൻ പഠിക്കണം. ഇത് അല്പം അസ്വസ്ഥത സൃഷ്ടിക്കാമെങ്കിലും ദീർഘകാലത്തിൽ ഡീപ്പ് വർക്കിനെ സംരക്ഷിക്കുന്നതിനുള്ള അത്യാവശ്യമായ തീരുമാനമാണ്. ഡീപ്പ് വർക്ക് ഉണ്ടാകണമെങ്കിൽ ഷാലോ വർക്കിനെ ബഹുമാനത്തോടെ പക്ഷേ കർശനമായി നിയന്ത്രിക്കണം. കുറച്ച് ഷാലോ വർക്ക് അനിവാര്യമാണ്, എന്നാൽ ജീവിതം മുഴുവൻ അതിൽ ചെലവഴിക്കരുത്. ഡ്രെയിൻ ദ ഷാലോസ് എന്ന നിയമം ഡീപ്പ് വർക്ക് എന്ന ജീവിതശൈലിയെ സ്ഥിരതയുള്ളതാക്കുന്ന ചുവടാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ വായനക്കാരൻ തിരിച്ചറിയുന്നത് ഡീപ്പ് വർക്ക് എന്നത് ഒരു സാധാരണ പ്രൊഡക്ടിവിറ്റി തന്ത്രമല്ല എന്നതാണ്. മറിച്ച് അത് ഭാവിയിലെ വിജയത്തിനുള്ള ഒരു അടിസ്ഥാന കഴിവാണ്. ഡീപ്പ് വർക്ക് എന്നത് ശ്രദ്ധ മുഴുവൻ ഒരേ കാര്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് ബുദ്ധിപരമായ കഴിവുകൾ മുഴുവൻ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലിയെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരമൊരു ജോലി എളുപ്പമല്ല, പക്ഷേ അതിൻ്റെ ഫലങ്ങൾ അതീവ മൂല്യമുള്ളവയാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.